സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിപ്പം കാണിക്കുന്നത് ഒരു PPCയിലെ 5G മോഡം റൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് റൂട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് റൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് PPCയിലെ ലൈൻ പോർട്ടിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ എടുത്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് റൂട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇത് ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ടാസ്ക് ബാറിൽ നമുക്ക് അതിൻ്റെ IP അഡ്രസ്സ് അടിക്കുകയുള്ളതെന്ന് നമ്മളെ PPCയുടെ അഡ്രസ്സ് വന്നിട്ട് 192.168.1.1 എടുത്തിട്ട് നമുക്ക് എൻട്രി കൊടുക്കുക. അപ്പം ഞാൻ ഇതിനകത്ത് പാസ്വേഡ് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയുടെ സാധാരണ മോഡത്തിനകത്ത് നമുക്ക് കേരള വിഷൻ്റെ കമ്പനിയിൽ നിന്ന് മോഡം തരുന്നതിനകത്ത് നമുക്ക് KV റൂട്ട് എന്നും പറഞ്ഞതിനകത്താണ് നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് തരണ മോഡത്തിൽ റൂട്ട് വഴി കയറാൻ പറ്റുന്നില്ല. PPCയുടെ ബാക്കിലുള്ള അഡ്മിനും അതിൻ്റെ ബാക്കിലെ പാസ്വേഡിലും നമുക്ക് കയറണം, എങ്കിലേ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് മനസ്സിലാക്കി ചെയ്യുക. എന്നിട്ട് നമുക്കതിനകത്ത് ലോഗിൻ ചെയ്യുന്നു. നെറ്റ്വർക്കിനകത്ത് നിന്ന് നെറ്റ്വർക്കിൽ നെറ്റ്വർക്കിനകത്താണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. അതിനകത്ത് ടിക്ക് കൊടുക്കുന്നു, ഇനേബിൾ VLANൽ ടിക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഏതാണ് VLAN ഇട്ടേക്കുന്നത് ആ VLAN ഇടുക. നിങ്ങളെ VLAN എത്രയെന്ന് വെച്ചാൽ അത് ഇടുക. പിന്നെ ഇവിടെ ഒന്നും ചെയ്യേണ്ട. പിന്നെ ഇവിടെ ബ്രിഡ്ജ്, ഇതിനകത്ത് നമുക്ക് PPPoE ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ വോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർനെറ്റ് അതിൻ്റെ TRC ഇടാം. എന്നിട്ട് MDU കൊടുക്കുന്നത് 1480 കേരള വിഷൻ ഇടാൻ പറയുന്നത്. പിന്നെ IP ഇത് IP4 ആൻഡ് IP6. പിന്നെ നമുക്ക് യൂസർ നെയിം കസ്റ്റമറിന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൈൻ പോർട്ട് ടിക്ക് ചെയ്യാം. എന്നിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുക്കാം. ഇപ്പം നമുക്കിന്ന് സ്റ്റാറ്റസിലോട്ട് പോയി നോക്കാം, അപ്പായ നോക്കാം. ഇപ്പം ഇത് അപ്പായിട്ടുണ്ട്. ഇത് അപ്പായി കഴിഞ്ഞാൽ ഇവിടെ താഴത്തെ ഈ IP അഡ്രസ്സും ഈ IP4-ൻ്റെതും IP6-ൻ്റെതും ഒക്കെ നമുക്കിവിടെ കാണിക്കും. ഇത് അപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നെറ്റ്വർക്കിനകത്ത് തന്നെ പിന്നെ ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ലാനിൽ പോയിട്ട് കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ ഈ IP6-നകത്ത് നമുക്ക് ഇതിനെ പ്രോസി മാറ്റിയിട്ട് ഇത് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തുള്ള ഫസ്റ്റ് PPPO ഇത് കൂടെ സെലക്ട് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. PPP0 കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യണമെന്നാണ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അടുത്ത വൈഫൈ റൂട്ടിങ്ങിലോട്ടാണ് നമ്മൾ വൈഫൈ റൂട്ടിംഗ് എന്ന് വെച്ചാൽ വൈഫൈ SSIDയിലോട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത്. WLAN വൈഫൈയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതിനകത്ത് നമുക്കിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കേരള വിഷൻ്റെ ഇപ്പം നമ്മൾ കേരള വിഷൻ 2.4 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേരള വിഷൻ ഇടണോ, അവിടെ SSID എന്താണ് പേര് അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ചെയ്യുന്നത് അവരെ പേര് തന്നെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഈ കേരള വിഷൻ 2.4 അവരെ പേരിട്ട് കൊടുക്കും. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. ഇതാണ് നമുക്ക് 2.4 ചെക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആഡ് ചെയ്യാനുള്ളത്. പിന്നെ എല്ലാവരും ഓട്ടോ കിടക്കുന്നത് നമുക്ക് നല്ല ഓട്ടോ അത്ര നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഈ 2.4-ൽ 20 ആണ് ഇടുന്നത്. നമുക്ക് ഇത് ഓട്ടോ ഇട്ട് കഴിയുമ്പം ജസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് സ്വിച്ചസ് ചെയ്യാൻ ചിലപ്പം 20-40 അവർ സ്വിച്ചസ് ചെയ്യുമെന്നും പറഞ്ഞാണ് അതങ്ങനെ ചെയ്തേക്കുന്നത്.
പക്ഷേ അത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ സ്വിച്ച് ചെയ്യാതെ വരുമ്പം ഈ റേഞ്ചിന്റെ ചെറിയ മിസ്റ്റേക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ 2.4 ഈ 20 ഇട്ട് കൊടുക്കുന്നത്. അത് അപ്ലൈ കൊടുത്തു. പിന്നെ നമ്മൾ അടുത്തത് വന്നിട്ട് 5G ആണ്. 5Gയിൽ ഞാൻ കേരള വിഷൻ എന്ന് പേരിടും. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. അഡ്വാൻസിൽ പോയിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ ഇടുന്നത് 5Gയിൽ ഇടുമ്പം 40 ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ റേഞ്ച് കിട്ടും. പിന്നെ ഈ ഫുള്ള് ആട്ടോ ഇട്ട് കൊടുക്കും. എന്നിട്ട് അപ്ലൈ. ആട്ട ഇടുന്നുള്ളവർക്ക് ആട്ട ഇടാം. ഞാൻ 40 ഇടും. പിന്നെ ഇത് ഫുള്ള് ആട്ട ഇടും. ഇത്രയാണ് നമുക്ക് PPCയുടെ മോഡം ചെയ്യാനുള്ളത്. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഓപ്പറേറ്റർമാർക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. ഞാൻ ഇനിയിപ്പം കുറച്ച് വീഡിയോകളും കൂടെ ഇടാൻ ഉണ്ട്. ഡിജിയുടെയും നമ്മളെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് ഇടാം. ഇത് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ടതാണ്. നമുക്ക് എല്ലാ മോഡത്തിൻ്റെയും ഞാൻ ഇന്ന് ഇടുന്നുണ്ട്. ഇതൊന്ന് നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.